വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇത് പുതുപന്നാനി വെളിയങ്കോട് റോഡ്, അവിടെ ഒരു എന്താ പറയുക, പുതുപന്നാനി പഴയ കടവിൻ്റെ നേരെ ലെഫ്റ്റ്, പിന്നെ പുതുപന്നാനിയിൽ നിന്ന് വരുമ്പോൾ നേരെ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ റോഡ്, ഒരു സൈഡിൽ റോഡ് പോകുന്നുണ്ട്. ആ റോഡിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗ്രോമിൻ മില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. ഇവിടെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഗസ്റ്റുകളുടെ ഫസ്റ്റ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിന് ഇവിടുന്ന് വഞ്ചി കയറിയിട്ട് ആ ഗസ്റ്റ് ഹൗസിലേക്ക് ഇങ്ങനെ ഇവിടുന്ന് കുറച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അത് കാണിക്കാൻ കുറച്ച് കഴിഞ്ഞാൽ പറ്റിയെന്ന് കാണിക്കാച്ചിട്ടാണ്. അപ്പോൾ അത് ഇവിടുന്ന് കുറച്ച് ഈ കാണുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് അങ്ങോട്ട് ഒരു 100-200 മീറ്റർ അപ്പുറം പോകണം. ഇപ്പോൾ പറഞ്ഞാൽ ഒരു പാക്കേജാണ് ഇവിടെ. 6-7 പേര് ഒരു ഫാമിലി മൊത്തം ഒരു ദിവസം ഫുള്ളായിട്ട് 4 മണി തൊട്ട് രാവിലെ 11 മണി വരെ പാക്കേജാണ്. അത് കുട്ടികളുടെ എന്തെങ്കിലും കലാപരിപാടികളും ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ സംഗതിയിൽ ഇവിടെ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനെ താമസിക്കാനുള്ള ഗസ്റ്റ് റൂമുകളൊക്കെ അവിടെയാണ്, അത് ആ സ്ഥലത്താണ്. അങ്ങനെ ദൂരെ കാണുന്ന ടൂറിസ്റ്റ് ഹോമാണ്. ഇതിൻ്റെ ഉള്ളിൽ അവിടെ ഒരു 4 ഫാമിലിക്ക് താമസിക്കാനുള്ള റൂം ഒക്കെ ഉണ്ട്. AC ഉണ്ട്, നോൺ AC ഉണ്ട്, പിന്നെ ഇൻക്ലൂഡിങ് ഫുഡ് 4 മണി തൊട്ടിട്ട് പിറ്റേന്ന് 11 മണി വരെയുള്ള ഫുഡൊക്കെ ഇൻക്ലൂഡിങ് ആണ്. അതിൻ്റെ ഉള്ളിൽ അവർ നിശ്ചയിക്കുന്ന ഒരു ഫുഡ് ഉണ്ടാവും. അത് എന്തായാലും നല്ലൊരു ഫുഡാവും. വന്ന പാട് വെൽക്കം ഡ്രിങ്ക് ഉണ്ട്, സ്നാക്സ് ഉണ്ട്, അങ്ങനെയുള്ള സംഭവമൊക്കെയാണ്. അപ്പോൾ അതാണ് സംഭവം. ഞാൻ അതിൻ്റെ ഇതിൽ കൊടുക്കാം, നമ്പറും കാര്യങ്ങളൊക്കെ അതിൽ കൊടുക്കാം. ഓക്കെ, ഇതാണ് സംഭവം കേട്ടോ. ഗ്രോവിൻ വില്ലയാണ് സംഭവം. ഇതാണിപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡ് എൻട്രി. ഇവിടുന്ന് കയറി ഇതിൻ്റെ അപ്പുറത്ത് ഒരു തോണിയുണ്ട്. ആ തോണിയിൽ വഞ്ചി തോണി എന്നൊക്കെ പറയും, വള്ളം. അപ്പോൾ നമ്മൾ ആ ഭാഗത്ത് ഗസ്റ്റുകൾ അവിടെ ഇവിടെ നിന്ന് കുറച്ചൊക്കെ നിന്ന് റെസ്റ്റൊക്കെ എടുത്ത് വേണമെങ്കിൽ ആ വഞ്ചി തുഴയുന്ന ആളുണ്ട്, വഞ്ചിയിൽ കയറിയിട്ട് അപ്പോൾ ആ വില്ലയിൽ കൊണ്ടാക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ഗസ്റ്റ് ഉണ്ട്. ഇന്ന് വന്നിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നിട്ടാണ്. ഒരു ഫാമിലി വന്നു, AC-യിലാണ്. നോൺ AC അവൈലബിൾ ആണ് ഇപ്പോൾ, പക്ഷേ AC ഫുള്ളാണ്. ഇതാണ് കവാടം. പിന്നെ കടന്ന് ഇവിടെ റെസ്റ്റ് എടുക്കുന്നവർക്ക് ബാത്റൂമും കാര്യങ്ങളൊക്കെ, പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങൾ, പിന്നെ അവിടെ ചെറിയ സ്റ്റേജ് റെഡി ആയി വരുന്നുണ്ട് ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ ചെയ്യാനും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൻ്റെ വിശദവിവരങ്ങളൊക്കെ പിന്നെ ഇതിൻ്റെ ഓണർ നമ്മളോട് സംസാരിക്കും. ഞാൻ മൂപ്പരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് മുമ്പിൽ ഒന്ന് പറയാമെന്നറിയാം വിവരങ്ങൾ. പിന്നെ കയാക്കിംഗ് ഉണ്ട്, കയാക്കിങ്ങിൻ്റെ ആൾ. ഇത് കയാക്കിംഗ് ആണ്. ഇത് ഇവിടെ ഞാൻ സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഇപ്പോൾ പഠിക്കാനായാലും പിന്നെ പഠിക്കാനുണ്ട് തോന്നുന്നു, പിന്നെ അറിയുന്നവർ ഇങ്ങോട്ട് വരാറുണ്ട് തോന്നുന്നു. കയാക്കിങ്ങിൻ്റെ ആൾ പിന്നെ ബുക്ക് ചെയ്തിരിക്കും തോന്നുന്നു. ഇനിയിപ്പോൾ നമുക്ക് ആർക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ ഈ ഫ്ലാറ്റ് ബുക്ക് ചെയ്യണ മാതിരി അതും ബുക്ക് ചെയ്യണം, അതേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ വിശദവിവരങ്ങളൊക്കെ നമ്മൾ ഓണർ ഇവിടെ പറയും. ഓണർ അവിടെ സംഗതി വളരെ നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. കാരണം നല്ല ഒരു വൈബുള്ള സ്ഥലമാണിത്. നല്ല കാറ്റും പിന്നെ പ്രകൃതി ഭംഗിയൊക്കെ ഉള്ള സ്ഥലമാണ്. പുഴ ഒക്കെ അടുത്താണ്. പിന്നെ കാറ്റൊക്കെ കണ്ടിട്ട് ഇങ്ങനെ സുഖമായിട്ടിരിക്കാം, കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഫ്ലാറ്റിൽ പോയി കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഈ പാർക്കിൽ വന്നിട്ട് ഇരിക്കുക, കുട്ടികളായിട്ട് കളിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഓണർ അതിൻ്റെ വിശദവിവരങ്ങളൊക്കെ പറയും, കാര്യങ്ങളൊക്കെ. അപ്പോൾ കയാക്കിങ് ഇത് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ആരോ ബുക്ക് ചെയ്തിരിക്കത്രേ, വരുന്നുണ്ട് ഇത്ര. അപ്പോൾ ഇതുപോലെ തന്നെ കയാക്കിങ് അറിയുന്നവർക്കൊക്കെ വന്നിട്ട് എത്ര മണിക്കൂറാണ് അതിൻ്റെ ഒരു പാക്കേജ് തന്നെ അതിന്. അപ്പോൾ നമ്മൾ ഫ്ലാറ്റ് ബുക്ക് ചെയ്യുന്ന അതേമാതിരി തന്നെ. പേരെന്തായിരുന്നു? സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഒരു ഗ്ലോവിൻ ഐലൻഡിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പുതുപന്നാനി 18-ാം പടിയാണ്.
ഈ സ്ഥലത്തിൻ്റെ പേര് 18-ാം പടി. അപ്പോൾ നമ്മളെ ഈ ഗ്ലോവിൻ ഐലൻഡിലെ ഓണറോട് വിവരങ്ങളൊക്കെ ചോദിക്കാം. അർഷാദാണ്. മൂപ്പരോട് വിശദങ്ങൾ പറയും. റംസാദ് വീട് ഇവിടെ അടുത്ത് തന്നെയാണോ? വീട് പുതുവനാനി. ഇത് ആക്ച്വലി ഇത് ഗ്ലോവിൻ ഐലൻഡിലെ ഒരു ഫാം സ്റ്റേ ആണ്. ഇത് നമ്മുടെ തന്നെ പുതിയ പ്രോപ്പർട്ടിയാണ്. ഈവൻറ്റിങ് ചെയ്യാനുള്ള രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ വാട്ടർ സ്പോർട്സ് ഐറ്റംസ് ആയ കയാക്കിങ്, അതുപോലെ സ്റ്റാൻഡപ്പ് പെഡൽ ബോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക. ഫാമിലി ആയിട്ട് വന്നിട്ട് ഒരു ആനിവേഴ്സറി പാർട്ടി, ഒരു എൻഗേജ്മെൻറ്റ് പാർട്ടിയൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ ഒരു 250 പേർക്കുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. പിന്നെ അവിടെ ആണെങ്കിൽ നമുക്ക് റൂംസ് അവൈലബിൾ ആണ്. ഇത് സ്പേസ് നമ്മൾ കാര്യങ്ങൾ നടത്താനല്ലേ, ബർത്ത്ഡേ അതുപോലെ എൻഗേജ്മെൻറ്റ് പാർട്ടികളൊക്കെ സ്റ്റേയിങ് അവിടെ അല്ലേ? ഒരു എത്ര മീറ്റർ ഉണ്ട്? ഇപ്പോൾ 250 മീറ്റർ വഞ്ചിയിൽ പോകണം. ഒരു 15 പേർക്ക് താമസിക്കാനുള്ള ഒരു 4 റൂമുണ്ട്. ഒരു ട്രീ ഹട്ട് വരുന്നുണ്ട്, അതിൽ ഒരു AC ഹട്ട് വരുന്നുണ്ട്, പിന്നെ ഒരു വാട്ടർ ഹട്ടാണ് വരുന്നത്. 4 റൂമിലായിട്ട് താമസിക്കാം. പിന്നെ അവിടെ ലൈബ്രറി വരുന്നുണ്ട്, ചെറിയ ചെറിയ ആക്ടിവിറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു ദിവസം എത്ര ഫാമിലിക്ക് കൊടുക്കും നിങ്ങൾ? ഒരു ദിവസം നമ്മൾ ഒരു ഫാമിലി വരാണെങ്കിൽ ഒരു ഫാമിലി മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു ഫാമിലി ഇപ്പോൾ മാക്സിമം 3 റൂമല്ലേ അവിടെ അവൈലബിൾ? ഒരു 4 റൂമുണ്ട്. 4 റൂമിൽ ഇപ്പോൾ എത്ര പേർക്ക്? 15 പേർക്ക്. അതൊരു ഫാമിലി ആണെങ്കിൽ അത്രയും നന്ന്. അതെ അതെ, നമ്മൾ ഒരു സമയം ഒരു പാർട്ടിക്ക് മാത്രമേ. അതാണ് ഏറ്റവും നല്ലത്, ബെറ്റർ അതാണ്. ഒരു ഫാമിലി വരാണെങ്കിൽ ഒരു ഫാമിലി മാത്രമേ ഉണ്ടാവുള്ളൂ. 6 പേര് 7 പേരായാലും അവർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം 4 മണി മുതൽ രാവിലെ വൈകിട്ട് 11 മണി വരെ ഇൻക്ലൂഡിങ് ഫുഡ്. അത് നിങ്ങൾ നിശ്ചയിക്കുന്ന ഒരു ഫുഡ് ഉണ്ടാവും നമ്മുടെ പാക്കേജിലുള്ള ഫുഡ് ഉണ്ട്. ആദ്യം വെൽക്കം ഡ്രിങ്ക് ഒന്ന്, പിന്നെ അത് പറഞ്ഞുതരാം. വൈകിട്ട് 4-ന് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് ഉണ്ടാവും. അത് കഴിഞ്ഞ് നമുക്ക് 1 അവർ സൺസെറ്റ് സമയത്ത് കയാക്കിംഗ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൗണ്ട് സിസ്റ്റം, സ്റ്റേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ടൊരു മ്യൂസിക് അങ്ങനെ ആസ്വദിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ലൈബ്രറി വരുന്നുണ്ട്, വായന താല്പര്യമുള്ളവർക്ക് ലൈബ്രറി ഉണ്ട്. പിന്നെ താമസിക്കാൻ വരുന്നത് നമുക്ക് ട്രീ ഹട്ട്, ഒരു AC ഹട്ട്, ഒരു വാട്ടർ ഹട്ട്, 3 ഹട്ടിലായിട്ട് 4 റൂം വരുന്നുണ്ട്. ഒരു 14 പേർക്കുള്ള ബെഡ് സ്പേസ് ഉണ്ട്. പിന്നെ ഫുഡൊക്കെ ആകുമ്പോൾ നമുക്ക് ഡിന്നർ വരുന്നത് അത്യാവശ്യം ക്വാണ്ടിറ്റിയുള്ള ഫുഡ് ഉണ്ടാവും. നല്ല ഫുഡ് തന്നെയാണ് സെർവ് ചെയ്യുന്നത്. നാട്ടിൽ വരുന്നവരല്ലേ, പിന്നെ നമ്മൾ ആ ഒരു മര്യാദ കാണിക്കണം. ഇതിപ്പോൾ എത്ര വർഷമായി ഇവിടെ? നമ്മൾ 5 വർഷമായി. 5 വർഷം. ബ്രേക്ക്ഫാസ്റ്റ് വരുന്നുണ്ട് ഇതിൽ. രാവിലെ 11-ന് ചെക്കൗട്ട് ചെയ്യണമെങ്കിൽ പെർ ഹെഡ് 1200. അത് മിനിമം 8 മെമ്പേഴ്സ് വേണം. 8 മെമ്പേഴ്സിൽ കുറവാണെന്നുണ്ടെങ്കിൽ 1500 ആണ്. ഓക്കെ ഓക്കെ റംസാ, താങ്ക് യു. മുമ്പിലേക്കാണല്ലോ ചേർച്ച